ഹലോ, ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കാണുക, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനൊരു 500 ഗ്രാം ചിക്കനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു പൊട്ടാറ്റോ, ഒരു ക്യാരറ്റ്, ചെറിയൊരു പീസ് ക്യാപ്സിക്കം, ഒരു ചട്ടി എടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 പട്ട എന്നിവ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു വലിയ ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് ഒന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ സ്റ്റൂ അല്ല ഉണ്ടാക്കുന്നത്. വൈറ്റ് കളറിൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു 4-5 പച്ചമുളക് നടുവേ കീറി അതൊന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് എരിവുള്ളൊരു പച്ചമുളക് കേട്ടോ. നമ്മൾ വേറെ എരിവുകളൊന്നും ചേർക്കുന്നില്ലല്ലോ. കുരുമുളകും ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. എന്നിട്ട് 1/4 വേവ് ആകുമ്പോൾ നമുക്ക് ക്യാപ്സിക്കും, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ആ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് അതിട്ട് കൊടുത്ത് ഒരു തേങ്ങയുടെ പാലെടുത്ത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം തിളക്കരുത് കേട്ടോ. നല്ലോണം ചൂടായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു, ഞാൻ വീണ്ടും പറയുന്നത്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.